ഈ തസ്ബീഹ് കൊണ്ട് മാറാത്ത ഒരു രോഗവും ഈ ലോകത്തില്ല. ഈ തസ്ബീഹ് പഠിപ്പിക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെയാണ്. എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ പ്രയാസമാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആത്മഹത്യയല്ലാതെ ഒരു വഴിയും എൻ്റെ മുമ്പിലില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഈ തസ്ബീഹ് നിങ്ങൾ ചൊല്ലിയാൽ ആ പ്രതിസന്ധിയെ ആ നിമിഷം കൊണ്ട് തൂത്തെറിഞ്ഞു കളയുന്ന അത്ഭുതം നിറഞ്ഞൊരു തസ്ബീഹ്. ഇത് ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും സന്തോഷമല്ലേ? എൻ്റെ റബ്ബ് എനിക്കെന്ത് തന്നാലും ഗുണമാണ് എന്നുള്ള ബോധ്യത്തിൽ മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദിൻ്റെ ഫലമെന്നോണം ജീവിതത്തിലുടനീളം സമാധാനം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞാനിന്ന് ഈ തസ്ബീഹിനെ കുറിച്ച് പറയാൻ കാരണം, ഈ തസ്ബീഹ് നമ്മൾ മുൻപെപ്പോഴോ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും ഇന്നത് പറയാൻ കാരണം, ഞാൻ 1-2 ദിവസം മുമ്പ് ഒരു മനുഷ്യനെ കണ്ടിരുന്നു. അദ്ദേഹം എന്നെ വീണ്ടും ഇപ്പോൾ വിളിച്ചതാണ് ഈ തസ്ബീഹിലേക്ക് എന്നെ ഉണർത്താനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തെ കണ്ടത് ഒരു അത്ഭുതമായിട്ട് ഞാൻ മനസ്സിലാക്കാൻ. ഏതാണ്ട് 1 കൊല്ലം മുൻപാണ് ഇതിന് മുൻപ് ഞാൻ ആ മനുഷ്യനെ കാണുന്നത്. എനിക്കേറെ പരിചിതനായൊരു വ്യക്തി കൂടെയാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എൻ്റെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ വെച്ചാണ്. അദ്ദേഹം അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഈ അസുഖബാധിതനായ മനുഷ്യനെ കാണാൻ. ഇദ്ദേഹത്തിന് വലിയൊരു അസുഖമുണ്ട്, അദ്ദേഹം ഒരു ക്യാൻസർ ബാധിതനായിരുന്നു. അപ്പോൾ ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്തിനാണ് മോൻ ടെൻഷൻ അടിക്കുന്നത്? എതുക്ക് നീ സങ്കടപ്പെടറേ അല്ലേ, എതുക്ക് കവലപ്പെടറേ? അള്ളണ്ടല്ലോ, അള്ളണ്ട്, നീ വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്കൊരു തസ്ബീഹ് പറഞ്ഞുതരാം. ഈ തസ്ബീഹ് നീ ചൊല്ലിക്കോ, പതിവായി ചൊല്ലിക്കോ, അള്ള നിന്നെ ഏറ്റെടുക്കും, നിൻ്റെ രോഗമൊക്കെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം മുമ്പ് ഈ മനുഷ്യൻ എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കാണുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ സാഹചര്യം ഞാൻ വിവരിക്കുന്നില്ല. അദ്ദേഹം വിളിച്ചതിൻ്റെ പിന്നാലെയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിക്കുന്നൊരവസ്ഥയാണ്. ഇത്രയും നാളെത്തിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. വിളിച്ചത് ഒരു സന്തോഷം നിറഞ്ഞൊരവസ്ഥ. അദ്ദേഹം പറയണം, ഉസ്താദ് എനിക്കിപ്പോൾ ക്യാൻസർ ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വല്ലാത്തൊരു ഭീകരാവസ്ഥയിൽ നിന്ന് ഇനി കീമോ പോലും എനിക്ക് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ നമ്മുടെ ഉസ്താദ് പറഞ്ഞു തന്ന തസ്ബീഹ് കൊണ്ട് അൽഹംദുലില്ലാ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയാണ്. അപ്പോൾ ഞാൻ ആ മനുഷ്യനെ സാന്ത്വനിപ്പിച്ചൊക്കെ തിരിച്ചു പോകുന്നു. വലിയ സന്തോഷം, അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാണ് പിരിഞ്ഞത്. ഞാൻ ആ കാര്യം വിട്ടുപോയി. ഇപ്പോൾ ഇന്ന് കുറച്ച് നേരം മുമ്പ് ആ മനുഷ്യൻ എന്നെ വീണ്ടും വിളിച്ചിട്ട് വീണ്ടും ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നൊരവസ്ഥ. മനുഷ്യരിങ്ങനെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമല്ലോ എന്ന് ഓർത്തത്. ഈ ദിക്ർ അത് ഖുർആനികമാണ്. ഈ ദിക്ർ ഖുർആനികമാണ്, അല്ലെങ്കിൽ ഈ തസ്ബീഹ് ഖുർആനികമാണ്. ഈ തസ്ബീഹ് കൊണ്ട് മാറാത്തൊരു പ്രശ്നമല്ല. രോഗങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊക്കെ കാവലാണ് ഈ തസ്ബീഹ്. ഇതേതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. ഓർക്കുന്നുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അതിലൂടെ പാസ് ചെയ്യാൻ. ഉസ്മാനെ കണ്ടിട്ട് സലാം പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സലാം അടക്കിയില്ല. അപ്പോൾ സഅദിന് ഭയങ്കര സങ്കടമായി. നേരെ പോവാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് ഖലീഫയാണ്. ഉമറിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് ഉസ്മാനെക്കുറിച്ച് പരാതിയുണ്ട്. ഞാൻ സലാം പറഞ്ഞിട്ട് സലാം അടക്കിയില്ല. സലാം അടക്കൽ നിർബന്ധമാണ്, പറയൽ സുന്നത്തേ ഉള്ളൂ. അപ്പോൾ ഉസ്മാനെ വിളിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വല്ലാതെ ആശ്ചര്യത്തോടെ നിൽക്കാൻ. ആരാ ഉസ്മാൻ? മുത്തുനബിയുടെ മരുമകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്നൂറൈൻ, 2 പ്രകാശത്തിൻ്റെ ഉടമയാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്വർഗം കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ് പരാതി. അമീറുൽ മുഅ്മിനീനായ ഉമർ റളിയല്ലാഹു അൻഹു വിളിപ്പിച്ചു, ഉസ്മാനെ വിളിപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞപ്പോൾ എന്നോട് സലാം പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാനൊരു ഗാഢമായ ചിന്തയിലായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ അടുത്തു കൂടെ പോയിട്ട് സലാം പറഞ്ഞാൽ അറിയാൻ പറ്റാത്ത വിധം എന്ത് ചിന്തയായിരുന്നു അത്? അത് വേറൊന്നുമല്ല അമീറുൽ മുഅ്മിനീൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ ഹദീസ് ഇങ്ങനെ ഓർക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന ഒരു ദിക്റാണ്.
ആ ഹദീസ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല, ഞാനിങ്ങനെ ചിന്തിക്കാൻ ആ സന്ദർഭം കിട്ടുന്നില്ല. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സങ്കടമൊക്കെ മാറി. കാരണം അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നോട് സലാം അടക്കാതിരുന്നല്ലോ, അറിഞ്ഞിട്ടില്ലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ സഅദ് പറഞ്ഞു, ആ ഹദീസ് എനിക്കറിയാം. എന്താ സംഭവം? ഒരു അറാബിയായ മനുഷ്യൻ ജാഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിൻ്റെ ഹദ്റത്തിലേക്ക് കടന്നു വരികയാണ്. അയാൾ വന്നിട്ട് നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, എൻ്റെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറ്റുന്ന ഒരു ദിക്ർ എനിക്ക് പഠിപ്പിച്ചു തരണം. വേറൊരു ദിക്റും എനിക്ക് ഇനി വേണ്ടി വരരുത്, ഒരൊറ്റ ദിക്ർ കൊണ്ട് എല്ലാം നടക്കണം. എന്താ ഉള്ളത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഹിയ ദഅവത്തു അഖി ദിന്നൂൻ, എൻ്റെ സഹോദരനായ യൂനുസ് ഇബ്നു മത്തായിയുടെ പ്രാർത്ഥനയാണത്. അതേതാണ് ആ പ്രാർത്ഥന? എല്ലാവർക്കും അറിയാമല്ലേ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നീനവ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രബോധനം ചെയ്യാൻ ഒറ്റ കുഞ്ഞു ഇസ്ലാമിലേക്ക് വന്നില്ല. സങ്കട യൂനുസ് നബിക്ക്. കാരണം ഇവന്മാർ തൗഹീദിലേക്ക് വിളിച്ചിട്ട് ഒരൊറ്റെണ്ണം വരുന്നില്ലല്ലോ. ഈ നശിച്ച നാട്ടിൽ ഞാൻ നിൽക്കണില്ല എന്നും പറഞ്ഞ് നാട് വിടാൻ തീരുമാനിക്കുകയാണ്. നബിമാർക്കൊരു പ്രശ്നമുണ്ട്, സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുത്തൊരു നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല, അള്ളാഹിനോട് ചോദിക്കണം. പക്ഷേ ഇവിടെ അള്ളാഹിനെ ധിക്കരിച്ചതൊന്നുമല്ല, പിന്നെ അള്ളാഹിനെ വിശ്വസിക്കാത്ത ഈ നാട്ടിൽ നിൽക്കാൻ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ റബ്ബിനോട് ചോദിക്കാൻ വിട്ടുപോയി. അങ്ങനെ ഒരു തുറമുഖത്ത് ചെല്ലാണ്, കപ്പലുണ്ട്, കപ്പലിലേക്ക് കയറുന്നു. കപ്പലിങ്ങനെ നീങ്ങിത്തുടങ്ങി. നടുക്കടലെത്തിയപ്പോൾ ശക്തമായ കാറ്റും കോളും, കപ്പൽ മുങ്ങുമെന്ന അവസ്ഥയിലേക്കെത്തി. അപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞു, ഏതോ ഒരു ഗുണം കെട്ടവൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്, ഏതോ ഒരു നശൂലം പിടിച്ചവൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്, അവനെ പിടിച്ച് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. അവർ നറുക്കിട്ടു. പേര് വീണത് നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാമിൻ്റെതാണ്. ഞാനങ്ങനെ നശിച്ച ആളല്ല, ഞാൻ അള്ളാൻ്റെ പ്രവാചകനാണ്. വീണ്ടും നറുക്കിട്ടു, അപ്പോഴും കിട്ടിയത് യൂനുസ് നബി. വീണ്ടും നറുക്കിട്ടു, അപ്പോഴും കിട്ടിയത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാവരും കൂടെ കാലിൽ പിടിച്ച് ഒരു പ്രവാചകനെ കടലിലേക്ക് അങ്ങ് വലിച്ചെറിയാണ്. ആ നിമിഷം തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ മത്സ്യത്തിന് ആജ്ഞ കൊടുത്തു. മത്സ്യം മൂടി വന്നിട്ട് യൂനുസ് നബിയെ വിഴുങ്ങുകയാണ്. സുബ്ഹാനക യാ റബ്ബ്. അങ്ങനെ 3 ഇരുട്ടിൻ്റെ അകത്ത് മറഞ്ഞിരിക്കുന്ന നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം, 3 ഇരുട്ട്. കടലിൻ്റെ ആഴങ്ങളിലെ ഇരുട്ട്. കടലിലെ ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായ ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റാത്ത ഇരുട്ടാണ് കടലിൻ്റെ ആഴങ്ങളിൽ. അതുപോലെ രാത്രിയുടെ ഇരുട്ട്, അതുപോലെ മത്സ്യത്തിൻ്റെ അകത്തെ ഇരുട്ട്. ഈ 3 ഇരുളറകൾക്കുള്ളിൽ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ തളച്ചിടപ്പെട്ടൊരവസ്ഥ. അതിൻ്റെ അകത്ത് പെട്ടുപോയി അല്ലേ? അള്ളാഹ് രക്ഷിക്കുന്നുണ്ട് ആ സമയത്ത്. കാരണം ആഴക്കടലിലേക്ക് വീണുപോയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ് അല്ലേ? പക്ഷെ അവിടെയും ഒരു മത്സ്യം വിഴുങ്ങിയാലുള്ളൊരവസ്ഥ എന്താണ്? ആ മത്സ്യത്തിൻ്റെ അകത്ത് അള്ളാഹു യൂനുസ് നബിയെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു കാഴ്ചയാണ്. അവിടെ ഇരുന്നുകൊണ്ട് തസ്ബീഹ് ചെയ്യാൻ സയ്യിദുന നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആകാശലോകത്ത് നിന്ന് മലക്കുകൾ പറയുന്നുണ്ട്, ആ ഒരു നേർത്ത ശബ്ദം ഇതാരുടേതാണ്? മലക്കുകൾക്കിടയിൽ ചർച്ച. അള്ളാഹു പറയുന്നുണ്ട്, അതെൻ്റെ അടിമയായ യൂനുസിൻ്റെ ശബ്ദമാണ്. എന്താണ് റബ്ബേ അത്? അതിന്നാലിൻ്റെ കാര്യം ചെയ്തതുകൊണ്ട് മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിൻ്റെ അകത്തിരുന്ന് തസ്ബീഹ് ചൊല്ലുന്ന കാഴ്ചയാണ്. അപ്പോൾ മലക്കുകൾ പറഞ്ഞു, യാ അല്ലാഹ്, യൂനുസിനെ രക്ഷിക്കണം, യൂനുസിനെ രക്ഷിക്കണം. അപ്പം എന്ത് സംഭവിച്ചു? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു ആ മത്സ്യത്തോട് പുറത്തു കൊണ്ടുവന്ന് യൂനുസിനെ ഇങ്ങനെ തുപ്പാൻ പറയുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരയിലേക്ക് തുപ്പുന്ന ആ മത്സ്യം അള്ളാഹു രക്ഷിക്കുകയാണ്. ചിന്തിച്ചു നോക്കി, ഒരു മനുഷ്യൻ ആഴക്കടലിലേക്ക് വീണാലുള്ള അവസ്ഥ. നീന്താൻ അറിയുന്ന എത്ര നീന്താൻ അറിഞ്ഞിട്ടും കാര്യമില്ല. ആഴക്കടലിലേക്ക് ഒരാൾ വീണാൽ തീർന്നു, കഥ കഴിഞ്ഞു. ആ ആഴക്കടലിൽ നിന്നും അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ തസ്ബീഹിൻ്റെ പവർ എന്താണ്? ഏതാണ് ആ തസ്ബീഹ്? നമുക്കൊക്കെ അറിയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എത്ര വലിയ രോഗമാണെങ്കിലും, മാറാ രോഗം തന്നെയാണെങ്കിലും, എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര വലിയ വേദനയാണെങ്കിലും, എത്ര വലിയ കുടുക്കിലാണെങ്കിലും, എത്ര വലിയ കടമാണെങ്കിലും, എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ഈ തസ്ബീഹ് ചൊല്ലിക്കോ, അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനാണ് അല്ലേ? അള്ളാഹ് കൈവിടൂല. ഡെയിലി ഒരു 40 തസ്ബീഹ്. എത്ര വലിയ കുടുക്കിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും, കടക്കെണിയിൽപ്പെട്ടവർ, നാളെ ജപ്തിയാണെന്ന് പറയുന്നവർ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവർ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ തന്നെ പാടില്ല. ആത്മഹത്യയൊക്കെ വൻപാപാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. പക്ഷേ ആഖിറത്തിൽ ചെന്നിട്ട് വലിയ കാലാകാലം അദാബിലായി കഴിയേണ്ട അവസ്ഥ വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏത് പ്രതിസന്ധിയിലും ഉറപ്പ് വേണം കേട്ടോ, ഉറപ്പ് വേണം. തവക്കുലും അതുപോലെ തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റെടുക്കുമെന്നുള്ള ഉറച്ച ബോധ്യവും വേണം. അങ്ങനെ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചൊല്ലുമ്പോഴാണ് അള്ളാഹു നമ്മളെ കൈപിടിക്കുക ഇല്ലേ? വകദാലിക നുൻജിൽ മുഅ്മിൻ. ഇങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ രക്ഷിക്കുക എന്നുള്ളതാണ്. മുഅ്മിനീങ്ങളെ രക്ഷിക്കും.
അപ്പോൾ നമുക്ക് ഈമാൻ ഉണ്ടാവണം. ഈമാനുള്ള മുഅ്മിനീങ്ങൾ അവർക്ക് ഉറപ്പാണ് റബ്ബ് കൈവിടൂല, റബ്ബ് കൈവിടൂല. തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും എൻ്റെ റബ്ബ് എന്നെ രക്ഷിക്കും എന്നുള്ള ഉറച്ച ബോധ്യം ഇബ്രാഹിം നബിക്ക് ഉണ്ടായിരുന്നു. റബ്ബ് എന്നെ രക്ഷിക്കും എന്നുള്ള ഉറച്ച ബോധ്യം യൂനുസ് നബിക്കും ഉണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പരിശുദ്ധി ഇല്ല അല്ലാ, ഞാൻ വെറും ഒരു അടിമയാണല്ല. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി റബ്ബേ, ഞാൻ വഴികളിൽ പെട്ടുപോയി റബ്ബേ. തുറന്നുള്ളൊരു സമ്മതാണ്. ഡെയിലി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 40 തവണ ഈ ദിക്ർ ചൊല്ലി നിങ്ങൾക്ക് അള്ളാഹിൻ്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരയാൻ പറ്റുമോ? നിങ്ങളുടെ എന്ത് പ്രശ്നവും എന്ത് പ്രയാസവും എന്ത് രോഗവും അള്ളാഹു മാറ്റിത്തരും. ഇഖ്ലാസോടെ ഉറച്ച ബോധ്യത്തോടുകൂടെ നിങ്ങൾ ചൊല്ലിയാൽ ഇമാമിങ്ങളത് പഠിപ്പിക്കുന്നുണ്ട്. ചൊല്ലാൻ നിങ്ങൾ തയ്യാറായാൽ മതി. മനസ്സറിഞ്ഞ് ബോധ്യത്തിൽ ചൊല്ലണം. വെറുതെ എങ്ങനെ എടുത്ത തസ്ബീഹ്മാലെടുത്ത് വെറുതെ എങ്ങനെ ചൊല്ലിയാൽ പോരാ. കൽബിൽ തട്ടിയിട്ട് അള്ളാഹ് കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ചൊല്ലണം. അള്ളാഹു റബ്ബുൽ ആലമീൻ ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഏറ്റവും വലിയ ആയത്ത് ഏതാണ് പരിശുദ്ധ ഖുർആനിലെ? ഇല്ലേ, ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തു. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകട്ടെ. അത് ആയത്തുദ്ദൈൻ ആണ്. ആയത്തുദ്ദൈൻ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഏത് സൂറത്തിലാണ്, എത്രാമത്തെ ആയത്താണ് ആയത്തുദ്ദൈൻ? കമൻറ്റ് ചെയ്യാം. ഏത് സൂറത്താണ്, എത്രാമത്തെ ആയത്താണ്? കമൻറ്റ് ചെയ്യുമല്ലോ. അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. അപ്പോൾ നമ്മുടെ സമയക്രമീകരണം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാ ദിവസവും 2:30 ഉച്ചയ്ക്ക് 2:30 മസാവുൽ ഖൈർ നടക്കുക. രാവിലെ 6 മണിക്ക് സബാവുൽ ഖൈർ. അതുപോലെ വൈകുന്നേരം 7 മണിക്ക് നമ്മുടെ മജ്ലിസ് ഉണ്ട്. എല്ലാത്തിലും പങ്കെടുക്കുക. അതുപോലെ മറ്റ് ആനുകാലിക വിഷയങ്ങളിൽ വരുന്ന വീഡിയോസൊക്കെ കാണുക, ജീവിതത്തിൽ അന്വർത്ഥമാക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.